Hello guys, welcome to another video of Shanu's Talks. It's Mr. Shanu in Shanu's Talks again. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ വന്നേക്കുന്ന ഈ ഒരു വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരവല്ലി ഹിൽസിന്റെ ഇഷ്യൂസ് കുറച്ചു പേർക്ക് അറിയാമെങ്കിലും കുറച്ചു പേർക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ്. ഇതും എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോ അല്ല. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ് എന്നുള്ള സാധനം ഞാൻ ഇതിലും പറയുന്നില്ല. സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണ് അരവല്ലി ഹിൽസ് ഇഷ്യൂ? അരവല്ലി ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് രണ്ടായിട്ട് മുറിച്ചു പോകുന്ന ഒരു മലനിരകളാണ് അരവല്ലി ഹിൽസ്. ഈ അരവല്ലി ഹിൽസ് ഉള്ളതുകൊണ്ട് ഒരു സൈഡ് രാജസ്ഥാന്റെ ഒരു സൈഡ് ഡെക്ക മരുഭൂമിയാണ്, മറ്റൊരു സൈഡ് പച്ചപ്പും കാര്യങ്ങളും തന്നെയാണ്. അപ്പോ ഡെസർട്ടൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അതായത് മരുഭൂമിയിൽ നിന്ന് കാറ്റ് വീശുമ്പോൾ ഈ കാറ്റ് വീശി മണലുകൾ ഇങ്ങനെ നീങ്ങി വന്ന് എവിടെ ആ മരുഭൂമി അങ്ങ് സ്പ്രെഡ് ആവും, മരുഭൂമി വലുതാവും. അപ്പോൾ രാജസ്ഥാന്റെ ഒരു സൈഡെങ്കിലും പച്ചപ്പും പുല്ലും ഒക്കെ ഉള്ള സോഴ്സ്, ലൈഫിന് സോഴ്സ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ കാരണം ഈ അരവല്ലി ഹിൽസ്, ഈ ഡെസർട്ടൈസേഷൻ അതായത് ഡെക്ക ഡെസേർട്ടിന്റെ മരുഭൂമീകരണം എന്ന് പറഞ്ഞ പ്രോസസ്സിനെ തടഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. അവിടെ നിന്നുള്ള കാറ്റിനെയൊക്കെ തടഞ്ഞു നിർത്തി മണ്ണും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ സൈഡിലോട്ട് വരാതെ ആ മരുഭൂമി വലുതാവാതെ തടഞ്ഞു നിർത്തുന്നത് അരവല്ലി ഹിൽസ് ആണ്. അപ്പൊ ഈ ഇടയ്ക്കാണ് സുപ്രീം കോടതി ഒരു റൂള് കൊണ്ടുവന്നത്. എന്താണ് ആ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മീറ്ററിന് താഴെയുള്ള 100 മീറ്റർ അടിപ്പൊക്കത്തിന് താഴെയുള്ള 100 മീറ്റർ ആണോ കറക്റ്റ് കണക്ക് ഞാൻ ഒരു വീഡിയോ കാണിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും. താഴെയുള്ള മലനിരകളൊന്നും അരവല്ലി ഹിൽസിൽ പെട്ടതല്ല. അവിടെയൊക്കെ നമുക്ക് മൈനിങ് തുടങ്ങാം. അപ്പൊ മൈനിങ് ഓക്കെ, നല്ലതാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം വരും, മൈനിങ് തുടങ്ങാം എന്ന് പറയുന്നു. അങ്ങനെ മൈനിങ് തുടങ്ങാനായിട്ട് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിനായിട്ട് ഈ അരവല്ലി ഹിൽസിനെ എഴുതി കൊടുക്കുക ആരാ? നമ്മുടെ BJP ഗവൺമെന്റ്. വികാസങ്ങളാണ് ഭാരതത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 100 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലെങ്കിൽ ഒരു പർവ്വതത്തിന് പോലും ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പറഞ്ഞു വരുന്നത് അരാവല്ലി ഹിൽസിനെ പറ്റിയാണ്. അഥവാ നമ്മുടെ ജോഗ്രഫി ക്ലാസ്സുകളിൽ ഇന്ത്യയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആരവല്ലി പർവ്വതനിരയെ പറ്റി. ഹരിയാന മുതൽ രാജസ്ഥാൻ വരെ ഏകദേശം 750 കിലോമീറ്റർ നീളുന്ന ഒരു വലിയ സ്ട്രെച്ചിൽ കിടക്കുന്ന മൗണ്ടൻ റേഞ്ചാണ് അരാവല്ലി ഹിൽസ്. നമ്മുടെ ഹിമാലയത്തെക്കാൾ ഏകദേശം 3 ബില്യൺ വർഷത്തെ പഴക്കമുണ്ട് അരാവല്ലിക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ബാരിയർ അഥവാ പ്രകൃതിദത്തമായ കവചം എന്നാണ് അരാവല്ലി ഹിൽസിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പർവ്വതനിരകൾ കാരണമാണ് ഥാർ മരുഭൂമി ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് വളരാത്തത്. അതുകൊണ്ട് മാത്രമാണ് ഡൽഹി, UP തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം പോലും ലഭിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി വളരെ വിചിത്രമായ ഒരു വിധിന്യായം ഈ റീസെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. 100 മീറ്ററിലധികം ഉയരമുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇനി മുതൽ അരാവല്ലി പർവ്വതനിരയായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ അത്രേ. അതായത് നിലവിലുള്ളതിന്റെ വെറും 8.7% മാത്രമാണ് ഇനി മുതൽ അരാവല്ലി പർവ്വതം. ബാക്കിയുള്ള ഏകദേശം 92% മൈനിങ് മാഫിയയ്ക്ക് വിട്ടുകൊടുത്തുള്ള ഒരു വിധിന്യായം. ലക്ഷക്കണക്കിന് മരങ്ങളും ആയിരക്കണക്കിന് ആനിമൽ സ്പീഷീസും ബേർഡ് സ്പീഷീസും ഒക്കെ ഉള്ള ഒരു മൗണ്ടൻ റേഞ്ചാണ് അരാവല്ലി. കൂടാതെ ഗുഡ്ഗാവിലും ഫരീദാബാദിലും ഒക്കെ ഉണ്ടായ ഒരു വലിയ വാട്ടർ ക്രൈസിസിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് അരാവല്ലിയിലെ നദികളാണ്. നമ്മുടെ ഭാരതത്തിന്റെ നിലനിൽപ്പിന് പോലും അനിവാര്യമായ ഒരു മലനിരയെപ്പോലും മൈനിങ് മാഫിയയ്ക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, അതുപോലെ നമ്മുടെ എൻവയോൺമെന്റൽ മിനിസ്ട്രി, ഇവരുടെയൊക്കെ ചിന്താഗതി എങ്ങോട്ടാണ് പോകുന്നത്? ഹസ്ഡിയോ കാടുകളിലും അരാവല്ലി കാടുകളിലേക്ക് മരങ്ങൾ വെട്ടിമുറിച്ചിട്ട് AQI വെറും 10 താഴെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി ചെടികൾ നടുന്ന തിരക്കിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭ്രഷ്ടം താങ്ങികളായ ചില മാധ്യമങ്ങൾ പറയുന്നത് അരാവല്ലി ഹിൽസ് കാരണമാണ് ഡൽഹിയിൽ AQI കുറയാത്തതെന്ന്. നാളെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിന്റെ കാരണം അരാവല്ലിയാണെന്ന് ഇവർ പറയും. വേൾഡ് ബാങ്കിൽ നിന്നും ഇത്രയും വലിയ കടം വാങ്ങിയത് അരാവല്ലിക്ക് വേണ്ടിയാണ്. അപ്പോ അങ്ങനെ എഴുതി കൊടുക്കണം. അപ്പൊ ഈ മൈനിങ് തുടങ്ങുന്ന സമയത്ത് മലനിരകൾ ഇടിക്കുകയാണ്. അപ്പൊ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ട്രൈബൽസ് ഉണ്ട്. അവർക്ക് അവിടെ നിന്ന് സോഴ്സ് എടുത്ത് കാരണം ഒരുപാട് സംസ്ഥാനങ്ങളുടെ പൊല്യൂഷൻ, ഡൽഹി അതിന് ഈ അരവല്ലി ഹിൽസിന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ വലിച്ചെടുത്തത് അബ്സോർബ് ചെയ്ത് അവിടെ ഒരു ക്ലീൻ അറ്റ്മോസ്ഫിയർ കുറച്ചെങ്കിലും നൽകുന്നത് ഈ അരവല്ലി ഹിൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ഇതിനെ ചുറ്റുള്ള സംസ്ഥാനത്തിലെ ആൾക്കാരും അവിടുത്തെ അടുത്തുള്ള ഭാഗത്തുള്ള ട്രൈബൽസും ഒക്കെ പ്രൊട്ടസ്റ്റ് തുടങ്ങി അരവല്ലി ഹിൽസിനെ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് തുടങ്ങി, സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് തുടങ്ങിയ സമയത്ത് സുപ്രീം കോടതി ജഡ്ജി പുള്ളിക്കാരൻ ഒരു സ്റ്റേ ഇട്ടു, പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ പുറത്തു വിട്ടു. വിത്തിൻ ഹാഫ് ആൻ അവർ പുള്ളിക്കാരനെ തട്ടി, BJP ഗവൺമെന്റ് പുള്ളിക്കാരനെ എടുത്ത് മാറ്റി, എങ്ങോട്ടോ സ്ഥലം മാറ്റിയതിനു ശേഷം പുതിയ ജഡ്ജിയെ കൊണ്ടുവന്ന ഉടനെ ആ സ്റ്റേ അങ്ങ് പിൻവലിച്ചു. അപ്പോ ഈ
അരവല്ലി ഹിൽസ് എന്ന് പറഞ്ഞ സാധനത്തിൽ മൈനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ മലനിരകൾ ഇടിച്ച് അവിടെ ആ മലനിരകൾ തന്നെ ഇല്ലാതാക്കണം ടോട്ടലി. ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ചിലരുടെ ഒരു പ്രൈവറ്റ് പേഴ്സണൽ പൈസ ഉണ്ടാക്കൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഗവൺമെന്റ് പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ ഒരു ആഗ്രഹങ്ങൾ കാരണം നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി റിച്ച് സോഴ്സസ് ആൻഡ് റിസോഴ്സസ് ഉള്ള ഒരു മലനിരകൾ, നമ്മുടെ ഇന്ത്യയുടെ ഹൃദയം എന്നൊക്കെ തന്നെ വിളിക്കപ്പെട്ടിരുന്ന ഒരു സാധനമാണ് ഈ അരവല്ലി ഹിൽസ്. ഇതിനെ അങ്ങ് ഇടിച്ച് കളയുന്നതോടെ അവിടെ മൈനിങ് തുടങ്ങി അവിടെ നിന്ന് എന്തൊക്കെയോ കുഴിച്ചെടുത്ത് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി പ്രൈവറ്റ് ഗ്രൂപ്പിനെ അങ്ങ് എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിന് ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാവുകയാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ട്രൈബൽസ്, അല്ലെങ്കിൽ അതിന് ചുറ്റും ഈ എയർ പൊല്യൂഷനൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു സാധനമാണല്ലോ ഈ അരവല്ലി മലനിരകൾ. അപ്പോൾ അവരെല്ലാം അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇവരുണ്ടാക്കിയ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും കാരണം ആ കോടതി വിധി സ്റ്റേ ഇട്ടപ്പോൾ ജഡ്ജിയെ തന്നെ മാറ്റിക്കളഞ്ഞ ആ സ്റ്റേ അവർ എടുത്തു കളഞ്ഞു. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതങ്ങ് ലവിടെയില്ലെന്ന് നമുക്ക് തോന്നും. ഇതെങ്ങനെ നമ്മൾ സംസാരിക്കണോ, എന്തുകൊണ്ട് ഈ സാധനം നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മരുഭൂമിയായി വരുന്ന സാധനം ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. ഇത് വന്ന് ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനങ്ങളിലോട്ടും സ്പ്രെഡ് ആവും. തെളിവുണ്ട്. കാരണം 2015 ചില സംസ്ഥാനങ്ങൾ ഇരുന്നതും 2025 ചില സംസ്ഥാനങ്ങൾ അതേ സംസ്ഥാനങ്ങൾ ഇപ്പൊ ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണുക. അപ്പൊ ഈ അരവല്ലി ഹിൽസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ മലിനീകരിക്കപ്പെടും. അരവല്ലി ഹിൽസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഡക്കാർ ഡെസേർട്ട് വലുതാവും. അത് മറ്റ് സംസ്ഥാനങ്ങളും കൂടെ മരുഭൂമിയാക്കി മാറ്റും. ജലത്തിന്റെ ഒരു കണികൾ ഉണ്ടാവത്തില്ല. നമ്മുടെ മഴക്കാലത്തിന് വേനൽക്കാലത്തിന് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയുടെ കാലാവസ്ഥ തന്നെ അത് ബാധിക്കും. മഴ പെയ്യേണ്ട സ്ഥലത്ത് വെയിൽ വരേണ്ട സമയത്ത് മഴയും ഒക്കെ വന്ന് ഒന്നെങ്കിൽ എല്ലാ സ്ഥലം മരുഭൂമിയാവും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് എല്ലാം നശിക്കും. നമ്മുടെ നാടിനെ തന്നെ തുലയ്ക്കുന്ന രീതിയിലുള്ള ഓരോ പ്രവൃത്തികളാണ് നമ്മുടെ നാട്ടില് നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ ജയിപ്പിച്ച് നമ്മളെ ഭരിക്കാനായിട്ട് കയറ്റിയിരുത്തിയേക്കുന്ന ഗവൺമെന്റ് നമുക്കായിട്ട് തരുന്ന സാധനം ഇതാണ്. മനസ്സിലായോ? ഗവൺമെന്റ്. അപ്പൊ അവന്മാരിത് മൈനിങ്ങിന് എവിടെയും കൊടുത്തിട്ട് അവന്മാര് കോഴയും വാങ്ങിച്ചിട്ട് അവന്മാരെ ഇതൊക്കെ അങ്ങ് റെഡിയാക്കും. അവന്മാർ എന്നിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടെയൊക്കെ സെറ്റിലായി അവിടെ കിടക്കും. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ഈ മരുഭൂമിയിൽ കിടന്ന് വെള്ളം കിട്ടാതെ, തിന്നാനും കിട്ടാതെ, കുടിക്കാനും നിൽക്കാതെ ഇവിടെ തൊലഞ്ഞ് മറ്റേ സൊമാലിയയിലേക്ക് ആൾക്കാരെ പോലെ എല്ലും തോലുമായിട്ട് കിടക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇതാണ് അരവല്ലി ഹിൽസിന്റെ സംഭവം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും. കാര്യം നിങ്ങൾക്ക് എന്റേതായ രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നവരേക്കും സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. അണ്ടിൽ ദെൻ സീ യു, ബൈ ബൈ. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. ഇല്ല, നമ്മൾ നാടിനെ തുലയ്ക്കുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ് ഞാൻ പറയുന്നില്ല. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, എന്തെന്ന് വെച്ചാൽ ചെയ്യുക.